ഡു ദേ മിസ് യു ആസ് യു ഡു? അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഈ ഒരു സമയത്ത് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ റിയലി മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് നിങ്ങളുമായിട്ടുള്ള പാസ്റ്റ് ലൈഫ് മെമ്മറീസിലൂടെ അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. വാട്ട് എവർ മേ ബി ദ സിറ്റുവേഷൻ, എന്ത് തന്നെ ആയിരുന്നാലും അവർക്ക് നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് കൂടുതൽ പേർക്കും. അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷന് വരാൻ പറ്റാത്തൊരു സാഹചര്യം ആയിരിക്കണം. അതായത് ആ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്യാണ്. മേ ബി നിങ്ങളായിരിക്കാം ഒരു റീകൺസിലേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി വരാൻ വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി വെയിറ്റ് ചെയ്യാണ്. നെക്സ്റ്റ് കാർഡ് വന്നിട്ട് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അതായത് ഒരു കാർമിക് സൈക്കിളിൽ പെട്ടതിന് ശേഷം ആ വ്യക്തി അതിൽ നിന്നും രക്ഷപ്പെട്ടു വരുന്നതായിട്ടാണ് കാണുന്നത്. അതായത് മേ ബി ആ വ്യക്തിക്ക് നിങ്ങളല്ലാണ്ട് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നിരിക്കണം. ആ റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം നിങ്ങളെ അവർ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതല്ല, ആ ഒരു വ്യക്തി മറ്റൊരു മാരേജ് ലൈഫിലോട്ട് പോയതായിരിക്കാം. ചിലപ്പോൾ ഇത് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കണം കുറച്ച് പേർക്ക്. എന്നിരുന്നാലും ആ ഒരു സിറ്റുവേഷനിൽ ആകുന്ന സമയത്ത് പോലും ആ വ്യക്തി നിങ്ങളെ ശരിക്കും മിസ് ചെയ്യാണ്. കാരണം അത്രമാത്രം ഡീപ്പായിട്ടുള്ള ലവ് ആണ് നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്തിരുന്നത്. കുറെ പേർക്കെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഏതൊരു സിറ്റുവേഷനിലാണ് എങ്കിലും അവരിപ്പോൾ റിയലൈസ് ചെയ്യാണ് നിങ്ങളുടെ ലൈഫിൽ, അല്ലെങ്കിൽ അവരുടെ ലൈഫിലുള്ള റിയൽ ലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങളായിരുന്നു. അവരുടെ ജീവിതത്തിന്റെ പ്രകാശം തന്നെ നിങ്ങളായിരുന്നു എന്നവര് ഈ ഒരു സമയത്ത് ചിന്തിക്കുകയാണ്. ചില ആൾക്കാർ ഈ ഒരു സമയത്ത് ഒരു പുതിയ തീരുമാനം എടുക്കുകയാണ്. അവരുടെ മുന്നേ എടുത്തിരുന്ന തീരുമാനങ്ങൾ വളരെ തെറ്റായിരുന്നു എന്നവര് റിയലൈസ് ചെയ്തിട്ട് പുതിയ തീരുമാനങ്ങൾ, വളരെ പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതയുണ്ട്. ചില വ്യക്തികൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുമായിട്ട് അവർ ഷെയർ ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങൾ, മേ ബി അവർ ചിലപ്പോൾ നിങ്ങളുടെ ഫോട്ടോസ് കാണുന്നുണ്ടാവാം. നിങ്ങൾ അവർക്ക് അയച്ച വളരെ സ്വീറ്റ് ആയിട്ടുള്ള മെസ്സേജസ് അവർ വീണ്ടും പഴയ മെസ്സേജസ് ഫോണിലൂടെ ചിലപ്പോൾ നോക്കുന്നുണ്ടാവാം. മേ ബി നിങ്ങളായിരിക്കാം അങ്ങനെ നോക്കുന്നത്. വാട്ട് എവർ മേ ബി, എന്ത് തന്നെ ആയിരുന്നാലും ഈ ഒരു സമയത്ത് ഒരു മിസ്സിങ് ഫീല് നിങ്ങൾ രണ്ടു പേർക്കും ഉണ്ടെന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഈ ഒരു സമയത്ത് ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. മേ ബി അത് ഒരു സക്സസ് ആവാനുള്ള ചാൻസ് കാണുന്നുണ്ട് ഇവിടെ. നിങ്ങൾ രണ്ടു പേർക്ക് ആർക്കോ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഈഗോ ഉള്ളതായിട്ട് കാണുന്നു. കാരണം ഞാൻ ഇങ്ങോട്ട് ഇനിഷ്യേറ്റീവ് എടുക്കില്ല, ആളിന് വേണമെങ്കിൽ ഇങ്ങോട്ട് എന്നെ വിളിക്കട്ടെ, അല്ലെങ്കിൽ ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്യട്ടെ, അല്ലെങ്കിൽ ആള് വിചാരിക്കും എനിക്ക് വിളിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ആള് എന്നെ ഇങ്ങോട്ട് വിളിക്കട്ടെ. അങ്ങനെ നിങ്ങൾ പരസ്പരം ഇങ്ങനെ ഒരു കണ്ടീഷനിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു റൈറ്റ് മൊമെന്റിന് വേണ്ടിയിട്ട്. നിങ്ങൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ആ വ്യക്തിയുടെ ലൈഫിലുള്ള ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്നാണ് കാണുന്നത്. അവരുടെ ലൈഫിൽ ഒത്തിരി അവർക്ക് ബിസി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. മേ ബി ചിലപ്പോൾ നിങ്ങൾ വിളിച്ചാൽ ചിലപ്പോൾ ഫോൺ എടുക്കാറില്ല, വിളിച്ചാൽ ഒരുപാട് സംസാരിക്കാറില്ല, എപ്പോഴും ബിസിയാണെന്നായിട്ടും ആ വ്യക്തി പറയുന്നത്. മേ ബി ഈ ഒരു കാര്യം കൊണ്ടായിരിക്കാം നിങ്ങൾ കൂടുതൽ പേരും നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായത്. ആദ്യമൊക്കെ അവർക്ക് ഒരുപാട് ടൈം ഉണ്ടായിരുന്നു നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട്. പക്ഷെ ഈ ഒരു സമയത്ത് അവർ കൂടുതലും നിങ്ങളെ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ബിസിയാണ് എന്ന് പറഞ്ഞായിരിക്കും നിങ്ങളെ ഒഴിവാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ മേ ബി ആ പേഴ്സൺ അത്രയും ബിസി ആയിരുന്നിരിക്കാം, പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവാത്തതായിരിക്കാം. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ലെറ്റ് ഗോ ചെയ്തു, നിങ്ങളിപ്പോൾ അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്ന സാഹചര്യവും ആയിരിക്കാം. അപ്പോൾ ആ പേഴ്സൺ നിങ്ങളുടെ കോളും മെസ്സേജും ഒന്നും കിട്ടാണ്ടായപ്പോഴത്തേക്കും അവരുടെ ആ ബിസി ആയിട്ടുള്ള മൊമെന്റ്സിൽ പോലും നിങ്ങൾ ഓർക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് ആ പേഴ്സൺ ഒത്തിരി സ്റ്റക്കാണ്. നിങ്ങളില്ലാണ്ട്
ആ പേഴ്സണെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ ആ പേഴ്സൺ വളരെ ദുഃഖിതൻ അല്ലെങ്കിൽ ദുഃഖിതയായിട്ട് കാണുന്നു. കുറച്ച് ആൾക്കാർക്ക് ഈ ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. അതിന് അതിൻ്റെതായിട്ടുള്ളൊരു സീരിയസ് ആയിട്ടുള്ളൊരു റീസൺ ഉണ്ട്. ഒരു പക്ഷേ ആ പേഴ്സണ് നിങ്ങളെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ആ ബ്ലോക്ക് മാറ്റാനും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കഴിയും. പക്ഷേ എന്തോ ഒരു ഇഷ്യൂ, മേ ബി ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ കൊണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് ആ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ട് തന്നെയാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഈ പേഴ്സൺ. എപ്പോഴും ഏത് സമയത്ത് കണ്ടാലും ഭയങ്കര എനർജി ഫീൽ ചെയ്യും. നമ്മൾക്ക് അവരുടെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കൂടുതൽ പേർക്കും ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ട് ആ പേഴ്സണ് കൂടുതലും അറ്റാച്ച്മെന്റ് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിലാണ്. എന്നാൽ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ കൂടുതൽ പേരും ഒരുപാട് ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനിലാണ്. മേ ബി നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. ഒരുപാട് അവർ വിഷമിക്കുകയാണ്. ഈ ഒരു ഡിസ്റ്റൻറ്റ് ഫീലിംഗ്, അതായത് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. അതിൽ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ്, യെസ്, അവർ നിങ്ങളുമായിട്ടുള്ള പാസ്റ്റ് ലൈഫ് മെമ്മറീസ് അവർക്ക് ഒരുപാടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളോട് സ്പെൻഡ് ചെയ്തിരുന്ന ഒരുപാട് പഴയ കാര്യങ്ങൾ അവർ ഓർത്തെടുക്കുന്ന ഒരു സമയമാണ്. ദാറ്റ് മീൻസ് ദേ റിയലി മിസ് യു. നെക്സ്റ്റ് വന്നിട്ട് 10 ഓഫ് പെൻറ്റക്കിൾസ്. അതായത് ആ വ്യക്തി നിങ്ങളുമായിട്ട് ഒരു മാരീഡ് ലൈഫാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായിട്ട് ഒരു കല്യാണം കഴിച്ച് അതിൽ കുട്ടികളൊക്കെ ആയിട്ട് വളരെ സന്തോഷമായിട്ടൊരു ഹാപ്പി ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകുന്നതാണ് ആ വ്യക്തി ഏതൊരു സമയത്തും ആഗ്രഹിക്കുന്നത്. മേ ബി നിങ്ങളുടെ പേഴ്സൺ ഫിനാൻഷ്യലി വളരെ ഉയർന്ന നിലയിലുള്ളൊരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ജോലിയിൽ അവർ ഒരു ഉയർന്ന പൊസിഷൻ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കാം. നെക്സ്റ്റ് കാർഡ്. അപ്പോൾ ചില ആൾക്കാർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ചില കാര്യങ്ങൾ ഒളിച്ചു വെച്ചതായിട്ട് കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്തോ ഒരു കള്ളത്തരം നിങ്ങളുടെ പേഴ്സൺ ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അത് നിങ്ങൾ ഒരുപാട് തവണ ആ പേഴ്സണോട് ചോദിച്ചിട്ടുണ്ടാവാം. പക്ഷെ ആ വ്യക്തി നിങ്ങളിൽ നിന്നും എന്തോ ഒരു കാര്യം മറച്ചു വെക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ആ വ്യക്തി വളരെ ഹാപ്പി ആയിട്ടാണ് എപ്പോഴും കാണപ്പെടുന്നത്. നിങ്ങൾക്ക് അവരെ കാണുമ്പോഴും അവരുടെ പെരുമാറ്റം കാണുന്ന സമയത്തും അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രമാത്രം അവരെ മിസ് ചെയ്യുന്നുണ്ടോ അത്രമാത്രം അവർക്ക് ഒരു മിസ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഇവർക്ക് എന്നോട് സ്നേഹം കുറവാണോ, ഞാൻ കൊടുക്കുന്ന സ്നേഹം എനിക്ക് അതുപോലെ തിരിച്ച് കിട്ടുന്നില്ല എന്നൊക്കെ ഉള്ളൊരു ഫീല് നിങ്ങൾക്ക് എപ്പോഴും ആ വ്യക്തിയിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ഈ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ നോ കോണ്ടാക്റ്റിലുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ അവർ വളരെ സ്റ്റക്കാണ്. അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നൊരു സാഹചര്യമാണ്. മേ ബി നിങ്ങളുടെ ഒരു കോണ്ടാക്ട് ഇല്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞത് കൊണ്ടോ ആ പേഴ്സൺ ഇപ്പോൾ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ്.